ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഡിഡക്റ്റബിൾ എമൗണ്ടും അതിന്റെ ദൂഷ്യഫലങ്ങളും ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഡിഡക്റ്റബിൾ എലമെന്റ് അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഡിഡക്റ്റബിൾ എമൗണ്ടിന്റെ ബെനിഫിറ്റും അതിന്റെ ദൂഷ്യഫലങ്ങളും ഹെൽത്ത് ഇൻഷുറൻസിൽ. നമ്മൾ നേരത്തെ തന്നെയുള്ള പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ചിലതിൽ കോ പേയ്മെന്റ് ആണ്, ചിലതിൽ ഡിഡക്റ്റബിൾ എമൗണ്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. ഈ ഡിഡക്റ്റബിൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് ഡിഡക്റ്റബിൾ വെച്ചിട്ട് നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ അതിന് ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ പ്രീമിയം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വർഷത്തിൽ അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം തുക വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അതിൽ പല പ്രിവെന്റീവ് കെയർ ആയിട്ട് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ലഭിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ലക്ഷത്തിന് അല്ലെങ്കിൽ 5 ലക്ഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിഡക്റ്റബിൾ വരുന്നത്. അപ്പൊ നമ്മളത് ഹൈ ആയിട്ടുള്ള ഡിഡക്റ്റബിൾ എമൗണ്ട് എടുക്കുമ്പോൾ പ്രീമിയം കുറവായിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു വലിയ എമൗണ്ട് വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ 3 ലക്ഷത്തിന്റെ ഡിഡക്റ്റബിൾ വെച്ചാൽ 3 ലക്ഷം വരെ നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള വലിയ എമൗണ്ടാണ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുക. അപ്പൊ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ 5 ലക്ഷമൊക്കെ 10 ലക്ഷമൊക്കെ ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വളരെ ചെറിയ ഇത് അടച്ചാൽ മതി. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 5 ലക്ഷം 10 ലക്ഷം നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു ദൂഷ്യം അവിടെയുണ്ട്. പിന്നെ ഡിഡക്റ്റബിൾ എമൗണ്ട് ഇത്ര കൂടുതൽ വയ്ക്കുമ്പോഴും പ്രീമിയം കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട്. പ്രിവെന്റീവ് കെയർ എന്ന രീതിയിൽ നമുക്ക് മെഡിക്കൽ ചെക്കപ്പുകളും ഹെൽത്ത് വെൽനസ് പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും ഈ ഒരു ഇത് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന എമൗണ്ട് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പലരും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുക്കണമല്ലോ എന്നോർത്തിട്ട് പല ആളുകളും അതിന് വേണ്ട കൂടുതൽ ഡയഗ്നോസിനൊന്നും പോവാതിരിക്കും. അപ്പൊ അത് പിന്നീട് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുകയും ചിലപ്പോൾ വലിയ മേജർ കേസസിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ പ്രീമിയം മാത്രം നോക്കാതെ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റും ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസും ഒക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാനായിട്ട് ഗൈഡൻസിന് വേണ്ടി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതപാതയിലെ ഏതൊരു അവസ്ഥയിലും ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനും കൂടുതൽ ഗൈഡൻസിനും ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.